ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മുമ്പാകെ ആദ്യം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. നമ്മുടെ രാഷ്ട്രഭാഷ എന്ന് പറയുന്ന ഹിന്ദിയോട് പ്രത്യേകമായ എന്തെങ്കിലും സ്നേഹമോ പ്രതിപത്തിയോ ഉള്ളൊരാളല്ല ഞാൻ. എന്ന് മാത്രമല്ല, 1978 SLC പരീക്ഷ എഴുതിയ എനിക്ക് ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയത് ഹിന്ദിക്കാണ്. ഏതാണ്ട് 14 മാർക്ക് മറ്റോ. അന്ന് ഈ ചാക്കേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കാരം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ SLC പാസ്സാകുമായിരുന്നില്ല. കാരണം ഓരോ പേപ്പറിനും അല്ലെങ്കിൽ ഓരോ വിഷയത്തിനും സെപ്പറേറ്റ് പാസ് വേണ്ട. ഇംഗ്ലീഷിനും ഹിന്ദിക്കും മലയാളത്തിനും കൂടി 90 മാർക്ക് കിട്ടിയ SLC പാസ്സും. അതായിരുന്നു ചാക്കേരിയുടെ വിദ്യാഭ്യാസ വിപ്ലവം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ക്രാന്തദർശിയായ ഒരു മന്ത്രി കേരളം ഭരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ 10ാം ക്ലാസ് പാസ്സായത്. അതുകൊണ്ടാണ് എനിക്ക് കോളേജിൽ ചേർന്ന് പഠിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ പഠനം 10ാം ക്ലാസ്സിൽ വെച്ച് തീർന്നു പോയത്. ഇതാദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ ഹിന്ദിയോട് പ്രത്യേകിച്ച് യാതൊരു സ്നേഹമോ ബഹുമാനമോ പ്രതിപത്തിയോ ഉള്ള ആളല്ല ഞാൻ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ഭാഷ പരിപൂർണമായിട്ട് വർജിച്ച ഒരാളാണ് ഞാൻ. ഹിന്ദിയുടെ അക്ഷരമാല പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇനി പഠിക്കാനും താല്പര്യമില്ല. ഹിന്ദി കേട്ടാലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹിന്ദി സിനിമകൾ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, പാട്ടുകൾ പലതും അറിയാം. അതിനപ്പുറത്ത് ഈ ഭാഷയോട് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ഈ ത്രിഭാഷാ പദ്ധതിയൊക്കെ തന്നെ നടപ്പാക്കുന്നത് കുറച്ചുകൂടി ആലോചിച്ചിട്ട് വേണം എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന ചില സമര ആഭാസങ്ങൾ കാണുമ്പോഴാണ്. തമിഴന്മാർക്ക് പൊതുവെ ഹിന്ദിയോട് യാതൊരു താല്പര്യമില്ല എന്ന് മാത്രമല്ല, താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ അവിടുത്തെ നേതാക്കന്മാർ സമ്മതിക്കുകയില്ല. അവരെല്ലാം തന്നെ തമിഴ് ഭാഷാ ഭ്രാന്തന്മാരാണ്. തമിഴ് ഭാഷാ സ്നേഹം നല്ലതാണ്, മാതൃഭാഷയോട് സ്നേഹം ഉണ്ടാകുന്നത്. പക്ഷേ ഈ DMK-കാർ അല്ലെങ്കിൽ അണ്ണ DMK-കാർ അല്ലെങ്കിൽ DMDK-കാർ ഇവർ പറയുന്നത് തമിഴല്ലാതെ വേറെ ഒരു ഭാഷയും പഠിക്കരുത്, ഹിന്ദി ഒഴികെ, ഇംഗ്ലീഷ് ഒഴികെ തമിഴ് വാഴുകை. ഹിന്ദി പഠിക്കാൻ പാടില്ല, ഇംഗ്ലീഷും പഠിക്കാൻ പാടില്ല, ഫ്രഞ്ചും പഠിക്കാൻ പാടില്ല, ജർമ്മനും പഠിക്കാൻ പാടില്ല, ഒന്നും പഠിക്കാൻ പാടില്ല. പഠിക്കേണ്ടത് തമിഴ് മാത്രമാണ്. തായ് തമിഴ്, അടുക്ക് മൊഴി പഠിക്കണം. അതിൻ്റെ ഫലമായിട്ടാണ് ഒരു സമയത്ത് ഈ സ്വയം മര്യാദ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് പടർന്നു പിടിച്ചത്. ഈ തമിഴ്നാട്ടിലെ നേതാക്കന്മാരൊക്കെ പേര് മാറ്റി തമിഴ് പേരുകളാക്കി. ഈ നമ്മുടെ കരുണാനിധിയുടെ ശരിക്കുള്ള പേര് ദക്ഷിണാമൂർത്തി എന്നായിരുന്നു. അത് ഒരു സംസ്കൃത വൽക്കരിക്കപ്പെട്ട പേരായതുകൊണ്ട് പുള്ളി അത് മാറ്റി കരുണാനിധി എന്നാക്കിയതാണ്. അങ്ങനെയാണ് ഈ അമ്പഴകൻ, മതിയഴകൻ, നെടുഞ്ചെഴിയൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ തമിഴിലെ നേതാക്കന്മാർക്ക് വന്നു. പക്ഷേ ഇതിൽ തമാശ എന്ന് വെച്ചാൽ ഈ കരുണാനിധി ഉള്ളൂ, അദ്ദേഹം യഥാർത്ഥത്തിൽ തെലുങ്കനാണ്. പുള്ളിയുടെ മാതൃഭാഷ തെലുങ്കാണ്. പുള്ളി വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തെലുങ്കായിരുന്നു. അതുപോലെ ഈ തമിഴ്നാട്ടിലുള്ള തമിഴന്മാരെ മാത്രമല്ല, ശ്രീലങ്കയിലുള്ള തമിഴന്മാരെ കൊണ്ട് രക്ഷിക്കാൻ പോയ വലിയൊരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വൈക്കോ എന്നാണ്, വയ്യാപുരി ഗോപാലസ്വാമി. ഈ ഗോപാലസ്വാമിയും തെലുങ്കനാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തെലുങ്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് തെലുങ്കാണ്. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളെ കല്യാണം കഴിച്ച ആൾക്കാരും തെലുങ്കന്മാരാണ്. ഏക മകൻ്റെ ഭാര്യയും തെലുങ്കുകാരിയാണ്. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. പിന്നെ ജയലളിതയായിരുന്നു. ജയലളിതയുടെ മാതൃഭാഷ കന്നഡയായിരുന്നു. പിന്നെ ഒരാൾ MG രാമേന്ദ്രൻ എന്ന് പറയുന്ന MGR ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ മലയാളം. പക്ഷെ ഇവരൊക്കെ തമിഴ് ഭാഷയ്ക്ക് വേണ്ടി മരിക്കാൻ നടന്ന ആൾക്കാർ. ഇവരൊക്കെ മക്കളെ പഠിക്കുന്നത് പ്രധാനപ്പെട്ട സർവകലാശാലകൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലാണ്. അവിടെ ഹിന്ദിയുമുണ്ട്, ഇംഗ്ലീഷുമുണ്ട്. ആവശ്യമെങ്കിൽ ഫ്രഞ്ചോ ജർമ്മനോ പഠിക്കാനും സൗകര്യമുണ്ട്. പക്ഷേ ഇവർ ഈ സാധാരണക്കാരെ, പാവപ്പെട്ടവർ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഭാഷയും പഠിക്കാൻ സമ്മതിക്കില്ല. അവിടെ MA ഇംഗ്ലീഷിൻ്റെ ഉത്തരപ്പ് കടലാസുകൾ തമിഴിൽ എഴുതാൻ തടസ്സമില്ല. ഷേക്സ്പിയറെക്കുറിച്ചോ ഷെല്ലിയെക്കുറിച്ചോ കീറ്റ്സിനെക്കുറിച്ചൊക്കെ നമുക്ക് തമിഴിൽ ഉത്തരവെഴുതാം. അത്രയും ലിബറലൈസ് ചെയ്യപ്പെട്ട ഒരു പാഠ്യപദ്ധതിയാണ്. അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് BA പാസ്സാകുന്ന തമിഴ് മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉണ്ട്. കാശുള്ള ആൾക്കാരുടെ മക്കൾ തമിഴ് മീഡിയത്തിൽ പഠിക്കും, BA പാസ്സാവും. അവർക്ക് ജോലി കിട്ടും, സംസ്ഥാനത്തിനകത്തും പുറത്തും ജോലി കിട്ടും. ഈ തമിഴ് മീഡിയത്തിൽ പഠിക്കുന്ന കുറേ ബിരുദധാരികളുണ്ട്. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് അത് അടിച്ച കടലാസിൻ്റെ വില പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുക മാത്രമല്ല, പൊതുസമൂഹത്തിൽ വളരെയധികം നിരക്ഷരരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ശ്രീമാൻ കരുണാനിധി. അദ്ദേഹത്തിൻ്റെ കാലശേഷം മകൻ സ്റ്റാലിൻ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ തമിഴിൽ ചിന്തിക്കുകയും തമിഴിൽ പ്രസംഗിക്കുകയും തമിഴിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് തമിഴിൽ മൂത്രമൊഴിക്കാൻ വരെ ചേരുന്ന കരുണാനിധി മകന് പേരിട്ടപ്പോൾ തമിഴ് മറന്നുപോയി. അതുകൊണ്ട് സ്റ്റാലിൻ എന്ന് പേരും.
അത് തന്നെ ഒരു വലിയ വൈരുദ്ധ്യമല്ലേ. സ്റ്റാലിനാണെങ്കിൽ അപ്പനേക്കാൾ വലിയ തമിഴ് സ്നേഹിയാണ്, അല്ലെങ്കിൽ തമിഴ് ഭ്രാന്തനാണ്. പുള്ളി ഇനി മേലിൽ ആരും ഹിന്ദി പഠിക്കാൻ പാടില്ല, ഹിന്ദി പഠിക്കാനേ പാടില്ല, ഹിന്ദി നമ്മൾ വർജിക്കും എന്ന് ഭയങ്കരമായ ശപഥം ചെയ്തിരിക്കുകയാണ്. വേറെ ഒരു കോമാളിയും കൂടി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിജയ് എന്നാണ്. പുള്ളി സിനിമാകാരനാണ്. സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് രസികർ മണ്ഡലങ്ങൾ സൃഷ്ടിക്കും, ധാരാളം പണം ഉണ്ടാക്കി, എന്നാൽ ഇനി നാട്ടുകാരെ സേവിച്ചിടാം എന്ന് കരുതി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുക. പുള്ളി പലവിധ തമാശകളും അവിടെ അരങ്ങേറ്റുന്നുണ്ട്. അതിൽ പുള്ളിയും ഈ ഭാഷാപ്രേമം ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇനി മേലിൽ ഒരാൾ ഹിന്ദി പഠിക്കരുത്, ഹിന്ദി ഒഴികെ തമിഴ് വാഴുകൈ. ഇതാണ് വിജയൻ്റെ സിദ്ധാന്തം. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് തമിഴന്മാരെ മൊത്തം ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാനായ സ്റ്റാലിൻ, ഇദ്ദേഹത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ജോസഫ് സ്റ്റാലിനായിരുന്നു ഭേദം. സ്റ്റാലിൻ്റെ പുതിയ ഉടായിപ്പ് എന്ന് വെച്ചാൽ ഈ രൂപ എന്നുള്ളതിന് നമ്മുടെ മൻമോഹൻ സിംഗ് നാട് ഭരിക്കുന്ന സമയത്ത് ഒരു എംബ്ലം ഉണ്ടാക്കി. അത് ഇംഗ്ലീഷിലെ ആറിനോടും ഹിന്ദിയിലെ അല്ലെങ്കിൽ ദേവനാഗരിയിലെ രായോടും സാദൃശ്യമുള്ള ആ ഒരു ചിഹ്നമാണ്. ആ ചിഹ്നം ഇനി മേലിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് തമിഴിലുള്ള രൂ എന്നാക്കിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു അസംബന്ധം എവിടെയെങ്കിലും ഉണ്ടോ? 2010 മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആ മന്ത്രിസഭയിൽ DMKയും ഉണ്ടായിരുന്നു. അവർ കൂടി ചേർന്നിട്ടാണ് ഈ എംബ്ലം ഉണ്ടാക്കിയത്, അല്ലാണ്ട് നരേന്ദ്രമോദി അമിത്ഷായും ഉണ്ടാക്കിയതല്ല. അതിലുപരി ഈ എംബ്ലം, ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ഒരു തമിഴനാണെന്ന് മാത്രമല്ല, DMKയുടെ ഒരു MLAയുടെ മകനും കൂടിയാണ്. DMK MLAയുടെ മകനായ ഒരാളാണ് ഈ രൂപയുടെ സൈൻ ഉണ്ടാക്കിയത്. അതാണിപ്പോൾ സ്റ്റാലിൻ തള്ളിക്കളഞ്ഞ് പുള്ളിയുടെ പുതിയ രൂ കൊണ്ടുവരാൻ പോകുന്നത്. എന്തൊക്കെ കോമാളിത്തരമാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ കൈയടിക്കാനും അംഗീകരിക്കാനും കുറേ ആളുകളുമുണ്ട്. തമിഴന്മാർ മാത്രമല്ല, മലയാളികളുമുണ്ട്. ഈ രാജ്യം ഛിന്ന ഭിന്നമായി കാണണം, വിഘടിപ്പിക്കണം, എങ്ങനെയും കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്ന് വലിയ താല്പര്യമുള്ളൊരു വിഭാഗക്കാർ നമുക്കറിയാം. അടുപ്പൂട്ടി ചർച്ചക്കാരാണ്. അടുപ്പൂട്ടി ചർച്ചക്കാരന് ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതികളുടെ കിടപ്പ് വളരെ വ്യക്തമാണ്. എങ്ങനെ പോയാലും ഈ നാട് കുട്ടിച്ചോറാകണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇവർക്കുള്ളത്. സ്റ്റാലിനാണെങ്കിൽ ഈ മോഷ്ടിച്ച് ഇനി ഒന്നുമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായിരുന്നു കരുണാനിധിയേക്കാളും ഗംഭീരനാണ് സ്റ്റാലിൻ. അപ്പോൾ ആ പാരമ്പര്യം നിലനിർത്തുകയാണ്. മാത്രമല്ല പുള്ളിയുടെ മകനെ ഇനി അടുത്ത വാരിശായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഉദയനിധി സ്റ്റാലിൻ. പുള്ളിയാണെങ്കിൽ അപ്പനേക്കാളും വലിയ വിടുവായനും അപ്പനെ കവച്ചു വെക്കുന്ന അഴിമതിക്കാരനുമായിട്ട് വളർന്നു വരികയാണ്. അവന് മൊത്തം ഇവർ നടത്തുന്ന സകലവിധ ഉടായിപ്പിനും അഴിമതിക്കും ഭരണ അസ്ഥിരതയ്ക്കും കെടുകാര്യസ്ഥയ്ക്കും മറുപിടിക്കാനായിട്ട് ഈ വ്യാജ തമിഴ് സ്നേഹം അത് മുന്നോട്ട് വയ്ക്കുകയാണ്. പിന്നെ തമിഴന്മാർ ഇതിനേക്കാൾ വലിയ ഉടായിപ്പുകൾ കണ്ടുള്ളവരായതുകൊണ്ട് ഇതൊന്നും അവർക്ക് വലിയ വിഷയമായിട്ട് തോന്നുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും തമിഴ് വാഴുകൈ, ഹിന്ദി ഒഴികൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.